രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സർഗാത്മകമായി ഇടപെടുന്നവർക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം കാക്കശ്ശേരി സ്വദേശിനി രജനിക്ക് ലഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി ജീവനക്കാർക്കുള്ള പുരസ്കാരം, സാഹിത്യ പുരസ്കാരങ്ങൾ എന്നിവ നേടിയിട്ടുള്ള രജനി കവയത്രിയും ചിത്രകാരിയുമാണ്. സംസ്ഥാന GST വകുപ്പിൽ ഹെഡ് ക്ലാർക്കായി ജോലി ചെയ്യുന്ന രജനി കേൾക്കാത്ത ധ്വനികൾ എന്ന പേരിൽ കവിതാ സമാഹാരവും രചിച്ചിട്ടുണ്ട്. 100-ലധികം കലാ, സാഹിത്യ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഛായാചിത്രവും വരച്ചിട്ടുണ്ട്. തന്റെ സർഗവാസനകളെ പുറം ലോകത്തെത്തിച്ച് വിജയം കൈവരിക്കുകയാണിവർ. 2013 സംസ്ഥാന സർവീസിലെ ഭിന്നശേഷി ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് നേടിയത് രജനിയാണ്. നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് വാട്ടർ അതോറിറ്റി കൂട്ടായ്മയായ തെളിനീർ ട്രസ്റ്റ് നടത്തിയ സംസ്ഥാനതല കഥാമത്സരത്തിൽ 2ാം സ്ഥാനം നേടി. അനന്തപുരി കാവ്യോത്സവത്തിൽ സംസ്ഥാനതല കവിതാ മത്സരത്തിൽ മികച്ച രചനാ പുരസ്കാരം നേടിയിട്ടുണ്ട്. തൃശൂർ വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല കവിതാ മത്സരത്തിൽ സമരത്തരിവ് തീർത്ത് പെൺകരുത്തിന്റെ 5 എന്ന വിഷയത്തിൽ 1ാം സ്ഥാനം നേടി. സൃഷ്ടിപഥം ഫേസ്ബുക്കിൽ നടത്തിയ ആഗോള കവിതാ മത്സരമായ 51 വിഷയങ്ങൾ 51 ദിന കവിതയൂട്ട് സീസൺ 6-ൽ ഏറ്റവും കൂടിയ പോയിന്റോടെ 1ാം സ്ഥാനം നേടിയതും രജനിയാണ്. മറ്റു കലാകാരന്മാർക്ക് പ്രചോദനമാവണമെന്നാണ് രജനിയുടെ ആഗ്രഹം. വരച്ചിട്ടുള്ള ചിത്രങ്ങളുടെ പ്രദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് രജനി. പാറേക്കാട്ട് കായി കുഞ്ഞുമോൾ ദമ്പതികളുടെ 9 മക്കളിൽ ഏറ്റവും ഇളയതായ രജനി സഹോദരങ്ങൾക്കൊപ്പമാണ് താമസിക്കുന്നത്. എൻ്റെ അനിയത്തി രജനി, അറിയപ്പെടുന്ന രജനി കാക്കശ്ശേരി എന്നുള്ള രീതിയിലാണ് അറിയണത് തന്നെ. പിന്നെ 5ാം ക്ലാസ്സിൽ തൊട്ട് അവൾക്ക് ചെവിക്ക് വളരെ കേൾവി കുറവ് സംഭവിച്ചു. അതിനുശേഷം പിന്നെ ഈ എഴുത്ത് വായനയിലേക്കൊക്കെ തിരിഞ്ഞു. അതിനുശേഷം ജോലി കിട്ടി 2016. അവിടെ പിന്നെ ഓഫീസ് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും അവൾ നല്ല കഴിവ്, സ്തുത്യർഹമായ സേവനത്തിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. മന്ത്രി മുനീറിൻ്റെ കയ്യിൽ 15,000 രൂപയും പ്രശസ്തി പത്രവും ഒക്കെ അടങ്ങുന്ന ഒരു ഫലകവും ഒക്കെ ആയിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സംസ്ഥാന അവാർഡുകൾ, പിന്നെ നാഷണൽ അവാർഡുകൾ എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ഇത്തരത്തിലൊന്ന് എല്ലാവരും ഒന്ന് അറിയിക്കാം. ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ അറിയപ്പെടാത്ത കലാകാരി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തന്നെ എല്ലാവരും അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഈ ചിത്രങ്ങൾ, ഫോട്ടോസുകളെല്ലാം കൈകൊണ്ട് വരയ്ക്കൽ തന്നെ. ഇത് നല്ല വേദി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായേ നടക്കട്ടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.